അവൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? ഞാനൊരു കള്ളുകൂടിയാൻ വിചാരിച്ചിട്ടുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റ് എന്തായാലും പാളിപ്പോയി. വന്ന കാര്യം നടന്നില്ല. തീറ്റ എങ്ങനെ നടക്കാം എന്താണെന്നല്ലേ. ആദ്യമായിട്ട് ഞാൻ ബീവറേജിക്ക് മദ്യം വാങ്ങിക്കാൻ പോണ ഒരു വീഡിയോ ആണ് ഇത്. എൻ്റെ 26-ാമത്തെ വയസ്സിൽ ഇതുവരെയ്ക്ക് ഒരുപാട് തവണ വിദേശ മദ്യ ഷാപ്പിൻ്റെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഉള്ളിൽ കയറി സാധനം വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ നാണക്കേടും ഒരു ചമ്മലും എൻ്റെ മുഖത്തുണ്ടായിരുന്നു. ചവിട്ടിൽ വരുന്നേക്കാളുള്ള മടി കൊണ്ടാണ് മേലെ കയറിപ്പോയത്. അവിടെ പിന്നെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാമല്ലോ. മദ്യം വാങ്ങിക്കുന്നവർക്ക് പൊതിഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ കഷ്ണം അവരെന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ലുക്കൗട്ട് നോട്ടീസ്. ഇവിടെ ഇത് ഒട്ടിക്കുമോ? ഒരു പ്രൊഫഷണലെ പോലെ ആ മദ്യക്കുപ്പി ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് അരയിൽ കയറ്റി. ഇവ അരയിൽ മദ്യം വെക്കാൻ കണ്ടാൽ തന്നെ അറിയാം ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. 1/2 ലിറ്റർ ട്രൗസറിൽ നിൽക്കാത്തതുകൊണ്ട് ഞാനത് കൈ തന്നെ പിടിച്ചു. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടുത്തെ മെയിൻ ടച്ചിങ് സീന് ഞാനാണ്. കടല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്, അതുകൊണ്ട് ഒന്ന് നോക്കിയില്ല വാങ്ങിച്ചു. ഇനി ഞാൻ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് കാണാം, എൻ്റെ നാട്ടിൽ നല്ലവരായ യൂണിയനുകളെ സാക്ഷി നിർത്തിയിട്ട്. കട്ടിയണ കൊലിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും ചില്ല് കുപ്പിയാണെങ്കിലും പാടത്ത് കളയുന്നത് വളരെ വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് ഞാനത് തിരിച്ചെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.